എല്ലാവർക്കും എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട അനിൽ മാഷിൻ്റെയും സ്നേഹ നമസ്കാരം. അനിൽ മാഷെ കുറിച്ച് പറയുമ്പോൾ ഏറെ പറയാനുണ്ട്. കാരണം അദ്ദേഹം ഒരുപാട് നമ്മൾ സ്കൂളിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ എത്രയാണ് പാട്ട് മാഷ് അനിൽ മാഷ് ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ സംഗീതം ചെയ്ത് നമുക്ക് സംസ്ഥാന യുവജനോത്സവം വരെ എത്തിയിട്ടുണ്ട് വരികളൊക്കെ. അതുപോലെ തന്നെ അതെ, ഗേൾസ് സ്കൂളിൽ ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ വെള്ളിക്കൊത്ത് സ്കൂളിൽ എപ്പോഴും മാഷിന്റെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സംഗീത മുന്നേറ്റത്തിന് നല്ലൊരു പ്രോത്സാഹകൻ എന്ന് തന്നെ പറയാൻ തെറ്റില്ല, അല്ലെ മാഷ്? അങ്ങനെ ഇല്ല, പറയാം. എങ്കിലും അതൊക്കെ പറയാലോ, തുറന്നു പറയാം. മാഷ് ഏറ്റവും മികച്ചൊരു സംഗീത അധ്യാപകന്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയതിലാണ് ഞാൻ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. കാരണം കുട്ടികൾക്കൊക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ള അനിൽ മാഷ്. അത് അങ്ങനെയല്ല, നമ്മള് സ്കൂളിലത്തെ കുട്ടികൾക്ക് അതിന്റെ ഗുണം കിട്ടിയെന്നില്ല. കാരണം എന്നാൽ നമ്മളിപ്പോ മലയാളത്തിലെ ഒരു കവിത, പുതിയൊരു കവിത വരുമ്പോൾ ആ കവിത ഏതൊക്കെ തരത്തില് ഒരു സംഗീത അധ്യാപകൻ ആലപിക്കുന്നു, അതിന്റെ സംഗീതം ചേർത്ത് അതിന്റെ രാഗങ്ങളൊക്കെ വെച്ച്, അത് ഒരു പുതിയ അനുഭവമാണ്. അനിൽ മാഷ് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് കവിത ചൊല്ലിപ്പിക്കുമ്പോ ചിലപ്പോൾ ശല്യപ്പെടുത്താറില്ല എങ്കിൽ കൂടി എനിക്കൊരു വിറയലൊക്കെ വരും. കാരണം അക്ഷരസ്ഫുടത അധ്യാപകരെ എന്റെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുമ്പോഴേ അത് കുട്ടികൾ കുറ്റം കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സമർത്ഥം. പക്ഷെ അവര് നല്ല കുട്ടികളായിരുന്നു. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും മാഷെ എത്രയോ ബഹുമാനിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ആ പെരുമാറ്റം അതാണ്. നമ്മളൊരു അധ്യാപകനെ ഉപയോഗിക്കാൻ മറ്റുള്ളവരെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. അതെ അതെ, അത് ഗുണം കിട്ടുന്ന കുട്ടികൾക്ക്. സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന അനിൽ മാഷ് എനിക്ക് ഏതായാലും നമ്മൾ കുറെ കാലത്തിന് ഇടയ്ക്ക് ശേഷം നമ്മള് കണ്ടുമുട്ടി. അടുത്ത ദിവസം കണ്ടല്ലോ ഒരു ദിവസം അതിന് ഓളത്തിന് വേണ്ടി. ഏതായാലും ഇന്ന് അനിൽ മാഷെ കൊണ്ട് നിർബന്ധിച്ചൊരു കവിത ചൊല്ലിപ്പിക്കുക. നാവിൻ തുമ്പത്ത് നിന്ന് വരുന്ന നല്ലൊരു ആ ഒരു സ്വരമാധുരി നമുക്ക് കേൾക്കാം. ഒരു കവിത സാറിനോട് ഞാൻ ചൊല്ലാൻ പറഞ്ഞു. അപ്പോ സാറ് സമ്മതിച്ചു. തിരക്കുള്ള മനുഷ്യനാണ്. എന്തായാലും തിരക്കൊന്നുമില്ല, എന്നാലും സാറ് പറയുമ്പോ അങ്ങനെ ചൊല്ലും. ഞാനങ്ങനെ കവിത വീട്ടു തിരക്കുകൾ ഉണ്ടാവാം. ഇപ്പോഴ് പിരിഞ്ഞത് കൊണ്ട് പിന്നെ അതിന്റെ തിരക്കൊന്നും ഉണ്ടാവില്ല. എന്റെ മാഷ് കിട്ടാൻ വലിയ പ്രയാസമാണ്. എപ്പോഴും തിരക്കിലാന്ന് ഉണ്ടാവുക. ഏതായാലും അമ്മത്തൊട്ടിൽ എന്നുള്ള കവിതയാണ്. കവിത റഫീഖ് അഹമ്മദിന്റെയാണ്. ഇപ്പൊ സിനിമാ ഗാന രചയിതാവാണ്. മലയാളത്തിലെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിയാണ്. കവിത എഴുതിയിട്ട് കവിത എന്ന് പറയാൻ പറ്റും. പിന്നെ പറയാലോ. സാരാംശം അദ്ദേഹത്തിന്റെ തന്നെ ഒരു തോരാമഴ എന്ന് പറഞ്ഞ കവിത 10ാം ക്ലാസ്സിലുണ്ടായിരുന്നു. ആ കഴിഞ്ഞ പാഠപുസ്തകം അത് മാറിയതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ തന്നെ ഒരു കവിത നമ്മളൊക്കെ പാഠപുസ്തകത്തിൽ ഉണ്ടായ സമയത്താണ് അമ്മത്തൊട്ടിൽ എന്നുള്ള കവിത വെക്കുക. അപ്പൊ ഈ കവിത വെക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഇതിന്റെ സാഹചര്യം അറിയാൻ. ഇപ്പൊ അമ്മേനെ ഉപേക്ഷിക്കുന്ന അങ്ങനെയല്ല, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ 1-2 പ്രാവശ്യം കണ്ടു. നല്ലൊരു കവിയാണ്. പുതിയ കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി തന്നെ നമുക്ക് സമർപ്പണം ചെയ്യാം. പിന്നെ അത് എന്നും നിലനിൽക്കുന്ന കവിതയാണ്. ഇത് അന്ന് മാതൃഭൂമിയിൽ ചൊല്ലിയിട്ടുണ്ട് എങ്കിലും ഉണ്ട്, പലരും ചൊല്ലുക. നമ്മള് നന്നായിട്ട് ചൊല്ലിയവരുണ്ട്. ഇത് ഒരുപാട് ആൾക്കാർ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ചൊല്ലാൻ നമുക്ക് എന്തായാലും കഴിയില്ല അതിന്റെ ആഴത്തിലേക്ക്. എന്നിരുന്നാലും അന്ന് മലയാളത്തിലെ ഒരു കവിതാ പതിപ്പ് വന്ന സമയത്ത് ആ കവിതാ പതിപ്പിലാണ് ഇത് അച്ചടിച്ചത്. അന്ന് തന്നെ ഞാൻ ഈ മാതൃഭൂമി എടുത്തു വെച്ചതാണ്. അപ്പൊ അത്രക്കും നല്ലൊരു കവിതയായിട്ട് അന്ന് നമ്മള് ക്ലാസ് മുറിയിൽ അപ്ലൈ ചെയ്ത് നോക്കിയ കവിതയാണ്. അപ്പോൾ ഒന്നാമത് അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം. കുടുംബ പ്രശ്നങ്ങളിലും സ്വന്തം അച്ഛനും അമ്മയും നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് ഈ കവിത അമ്മേനെ ഉപേക്ഷിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളും ഉപേക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇങ്ങനെ അമ്മേനെ ഉപേക്ഷിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം എഴുതിയതെന്ന് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇന്നും അത് സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ. കാരണം പ്രായമായവര് കൂടുതലുണ്ട്, അവരെ നോക്കാൻ ആളില്ല. അപ്പൊ അതിനൊരു മാറ്റം വരുത്താൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ഈ കവിതയിലൂടെ. എനിക്ക് അത് എത്രത്തോളം ചൊല്ലാനാവുന്ന അറിയില്ല. എന്നാലും ശ്രമിക്കാം. അമ്മത്തൊട്ടിൽ റഫീഖ് അഹമ്മദ്. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും
ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. നീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്തു വെച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും, പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ഇപ്പോൾ വിജനമായി തെരുവീഥികൾ. ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലെന്നോർത്തു. ഇപ്പെരുമാളിന്റെ തൊട്ടടുത്ത് ഇറക്കിയാലെന്നോർത്തു. പെറ്റുകിടക്കും തെരുവട്ടിക്കെന്തൊരുറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. പെറ്റുകിടക്കും തെരുവട്ടിക്കെന്തൊരുറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. ജില്ലാശുപത്രിക്കരികിലൊരേയൊരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവു കനത്തോരിരുളിടം. പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ടപ്പടിയോരോന്നു കേറിക്കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ പോൽ കടന്നുപോയി. പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല. പിന്നെയും മുന്നോട്ട് വെട്ടമില്ല ആളില്ല. കുട്ടിയേകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനി. പൊട്ടിക്കരഞ്ഞും ശഠിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാര് കരിഞ്ഞൊരീ കൈകളോ. പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി. പിച്ചിയതാര് കരിഞ്ഞൊരീ കൈകളോ. പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി. എങ്ങിനിക്കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയോളം വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ? പുറത്തേക്ക് അശാന്തനായ ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ. പുറത്തേക്ക് അശാന്തനായ ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ. ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു. കരിമ്പടം അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട്. മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം. പുലർച്ചയിലോലക്കൊടികൾ പുകയുന്നതിൻ മണം. ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും. ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ
ഇന്നും പഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി, പിറകിലെ സീറ്റിലുണ്ടമ്മ. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി, പിറകിലെ സീറ്റിലുണ്ടമ്മ. മടങ്ങി മയങ്ങിക്കിടക്കുന്നു പീളയടിഞ്ഞ്. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി, പിറകിലെ സീറ്റിലുണ്ടമ്മ. വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടക്കാതെ വച്ചമ്മ നിർദ്ദയം. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. ഏതായാലും സന്തോഷം. നമുക്ക് ഇനി മുതൽ ഇങ്ങനെയുള്ള കവിതകൾ നോക്കാം. പോകാമെന്ന് തോന്നുന്നു. ഏതായാലും നമസ്കാരം. അനിൽ മാഷ്ക്ക് നന്ദി അറിയിക്കുന്നു.